ഹലോ ഗൈസ്, വെൽക്കം ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രിപ്പ് പോവുകയാണ്. പോകുന്നതിന് മുമ്പുള്ള യാത്രയായി കാണുന്നത്. ഇവിടെ നിന്ന് വൈഫിൻ്റെ വീട്ടിൽ പോവും. അവിടെ നിന്ന് അവിടുത്തെ കാർ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകും. എന്തായാലും നാട്ടിൽ ചങ്ക്സ് ഉള്ളിടത്ത കാരണം പിക്കപ്പിനും ഡ്രോപ്പിനും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഓഫീസിലോട്ട് പോയി വരാമെന്ന് പറഞ്ഞു പോയ അളിയൻ തിരിച്ചെത്തിയത് 12 മണിക്കാണ്. കറക്റ്റ് ടൈമാണല്ലോടാ കിട്ട്. 12 മണി വേവാ. ഏതായാലും വരുന്ന വരവ് കണ്ട ഓഫീസിൽ മാത്രമല്ല അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുവരെ നമ്മൾ പോസ്റ്റ്. ഏതായാലും പോസ്റ്റായ സമയം കൊണ്ട് ഞാൻ ഏതോ സിനിമ കണ്ടു തീർത്തായിരുന്നു. ഒരുപാട് സമയം ബാക്കിയുള്ളത് കൊണ്ട് പിന്നെ രണ്ടാളുടെ പാക്കിംഗ് എല്ലാം പെട്ടെന്ന് നടക്കുന്നുണ്ടായിരുന്നേ. ട്രെയിന് കിട്ടുന്ന ഒരു പ്രതീക്ഷ. താഴെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന എൻ്റെ അവസ്ഥ കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല. പാക്ക് ചെയ്തോട് പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, നമ്മൾ വണ്ടി എടുത്തു. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ വൈപ്പർ ടാറ്റ കാണിക്കുന്ന പോലെ ട്രെയിനും ടാറ്റ കാണിച്ച് പോയേക്കും. അത്യാവശ്യം മഴയുണ്ടെങ്കിലും 12:30 ആയത് കാരണം അധികം ട്രാഫിക് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഏകദേശം സമയത്ത് എത്താൻ പറ്റുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം അതല്ലേ എല്ലാം. ഏതായാലും വിശ്വാസം പോലെ തന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അധികം സമയം ബാക്കിയില്ല, 5 മിനിറ്റ് എന്തോ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കയറി ചെന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് പോകേണ്ടത് 4ാമത്തെ പ്ലാറ്റ്ഫോമിലും. ആ ഓട്ടോണ് ഈ കാണുന്നത്. അളിയൻ കാർ പാർക്ക് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് ഗ്യാപ്പുള്ളൂ. എന്തായാലും ഇതുവരെ എത്തിയില്ലേ, അതും എത്തുകയായിരിക്കും വിചാരിക്കുന്നു. കാർ 2 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ വെക്കേണ്ടതുകൊണ്ട് അവിടെ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട് ഗൈസ്. ഏതായാലും ഫോർമാലിറ്റീസ് കഴിഞ്ഞു എന്നുള്ള കോളാണ് എനിക്ക് കിട്ടിയത് അളിയൻ്റെ നിന്ന്. നമ്മൾ പ്ലാറ്റ്ഫോം പറഞ്ഞെടുത്തു, ഇനി എത്തുമെന്നറിയില്ല. ട്രെയിൻ മിസ്സായാലും കുഴപ്പമില്ല, വീഡിയോ മിസ്സാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ വീഡിയോ എടുപ്പ്. ശരി, ഏതായാലും അത് നടക്കട്ടെ. വൈകാതെ നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. എത്തിയ പാടെ നിങ്ങളുടെ പിന്നാലെ വരാനല്ല നിങ്ങളുടെ ഒപ്പം വരാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ ട്രെയിനും എത്തി. ആ അനൗൺസ്മെന്റ് നമ്മുടെ ട്രെയിനാണ് ഗൈസ്. ഒപ്പം എത്താൻ ട്രെയിൻ എത്തിയെങ്കിലും പിന്നാലെ പോലും എത്താൻ പറ്റാതെയൊന്നും അളിയൻ. പോയോ എന്ന് വിചാരിച്ച ട്രെയിനാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വായോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഗൈസ്. ഏതായാലും നമുക്ക് എത്താൻ പറ്റി. പറഞ്ഞു വെച്ച പോലെ തന്നെ കോച്ച് പൊസിഷനിൽ കറക്റ്റായി നമ്മുടെ ട്രെയിൻ വന്നു നിന്നു. അപ്പോഴും അളിയൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ആദ്യം കയറി ഒന്ന് സെറ്റിലാവാ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കയറുക. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ആളുകളെല്ലാം ഉറങ്ങായിരുന്നു. എന്തായാലും നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ മാക്സിമം നമ്മുടെ സ്ഥലത്തോട്ട് എത്തി. അപ്പോഴുണ്ട് എല്ലാ സിനിമയുടെയും ക്ലൈമാക്സിൽ പോലീസ് വരുന്ന പോലെ ഇതാ നമ്മുടെ കുട്ടുബ്രോ എത്തിയിരിക്കുന്നു കൃത്യസമയത്ത്. ഒരു 3 മണിക്കൂറെങ്കിലും ഉറങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് സെറ്റിലായിട്ടോ. എന്തായാലും ഞങ്ങളെ പോലെ ആയിരുന്നില്ല ട്രെയിൻ. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിച്ചു. പെട്ടിയെല്ലാം ഇറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞു ഇച്ചുൻ്റെ പെട്ടി ഞാൻ തന്നെ തൂക്കിക്കോളാം. എന്നാൽ തൂക്കിക്കോട്ടെ, നല്ല കാര്യം. ഏതായാലും നമുക്ക് കുറച്ച് കസിൻസ് വരാനുണ്ട്. അവർ വരാൻ ഒരു 1.5 മണിക്കൂർ കഴിയും. അവർ ചെന്നൈന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് റിഫ്രഷ് ആയിക്കോളാം വിചാരിച്ച് നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ പോവാണ്. പെട്ടി വലിച്ച് മതിയായപ്പോൾ പിന്നെ ഇച്ചുവിന് പറഞ്ഞു എനിക്ക് പെട്ടിയിൽ ഇരുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കയറിയുള്ള ഇരിപ്പാണത്. എന്തായാലും വെയിറ്റിംഗ് ഹാള് വന്നിട്ട് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. എസ്കലേറ്ററും ലിഫ്റ്റും എല്ലാം ഉള്ളത് കൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്യുന്ന പോയി. എന്തായാലും നമ്മുടെ ചെന്നൈ ടീംസിന് ട്രെയിനും ചതിച്ചില്ല. അതും കൃത്യസമയത്ത് തന്നെ എത്തി. ഇതാണ് നമ്മുടെ കസിൻസ് രാകേഷ് ബ്രോ, മനീഷ, മഞ്ജു ആൻഡ് മിഥുൻ ബ്രോ. എല്ലാവരും കുറേ കാലത്തിന് ശേഷം കണ്ടതിനൊരു സന്തോഷമാണ്. ഈ സന്തോഷം ഇവിടെ തന്നെ നിന്ന് സംസാരിച്ച് തീർക്കുമെന്നറിയില്ല. ട്രിപ്പിനെല്ലാം പോകേണ്ടതാണ്. ഏതായാലും കണ്ട് സംസാരിച്ച് ഒരുപാട് ഹാപ്പിയായി. ഇച്ചും ഹാപ്പിയായി. നമ്മൾ എന്തായാലും സ്റ്റേഷനിൽ വണ്ടി പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തേക്ക് ആ വണ്ടിയാണ് നമ്മളെ ഫുള്ളായി കറക്കാൻ കൊണ്ടുപോകുന്നത്. അത് സേലത്ത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വണ്ടി ടെമ്പോ ട്രാവലറാണ്. ഇനി അപ്പോൾ എക്സിറ്റ് അടിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോയി. നേരെ അണ്ടർഗ്രൗണ്ടിൽ ഒരു വഴി ഉണ്ടായിരുന്നു എക്സിറ്റിലോട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി അതിൽ കൂടെ തന്നെ പോയി. സേലം റെയിൽവേ സ്റ്റേഷൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയാലും ശരിയാച്ചാ എനിക്കിനി നടക്കാൻ വയ്യ, എന്നെ പെട്ടിയിലിരുത്തി തന്നെ വലിച്ചുകൊണ്ട് പോകണം പറഞ്ഞിട്ടായിരുന്നു ഇച്ചു. പെട്ടിയിലിരിക്കുകയാണെങ്കിൽ പോസിന് കുറവില്ല കേട്ടോ കുട്ടിക്ക്.
ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കൃത്യനിഷ്ഠതയുള്ളതുകൊണ്ട് ടെമ്പോ ട്രാവലർ കറക്റ്റ് ടൈമിലെത്തി. സേലത്തുള്ള വണ്ടിയാണത്. ഏതായാലും നമ്മൾ പിന്നെ അധികം ലേറ്റ് ഒന്നും ആക്കിയില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വണ്ടി എടുക്കട്ടെ വിചാരിച്ചു. എല്ലാ കാര്യത്തിലും ലേറ്റ് ആണെങ്കിലും നമ്മൾ വിശപ്പിന്റെ കാര്യത്തിൽ ഫാസ്റ്റ് ആണ്. എന്തായാലും വണ്ടിയിൽ എല്ലാവരും കയറി അവരവരുടെ സീറ്റിലങ്ങ് സെറ്റിലായി. പിന്നെ ആദ്യം തന്നെ ഡ്രൈവർ അണ്ണനോട് നമ്മൾ പറഞ്ഞു, അണ്ണ നല്ലൊരു ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കണമെന്ന്. സേലത്തുള്ള ആളായതുകൊണ്ട് പുള്ളിക്ക് നല്ല പരിചയമെല്ലാം ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ തന്നെയാണ് പുള്ളി കൊണ്ടുപോയത്. ശ്രീ നന്ദി ഭവൻ, പ്യുവർ വെജ് ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ച് പിന്നെ നമ്മളങ്ങ് പോയി. എന്തായാലും ഹോട്ടലിനകത്ത് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് വെജ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. പിന്നെ അടുത്ത കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പിന്നെ മെനു സെലക്ട് ചെയ്യുന്നതാണല്ലോ ആസ് യൂഷ്വൽ. എന്തായാലും അധികം വൈകാതെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ആദ്യം തുടക്കം തന്നെ ഇച്ചു തന്നെ തുടങ്ങി. ഞാൻ ഓർഡർ ചെയ്തത് കോംബോ ആയിരുന്നു. അതിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, പൊങ്കൽ ഉണ്ടായിരുന്നു. അത് നല്ലൊരു കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഏതായാലും ബാക്കിയുള്ളവർ മസാല ദോശ, ഓനിയൻ റോസ്റ്റ് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ഒരാൾക്ക് മാത്രം കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് അവർ കൊണ്ട് തന്നത്. തമിഴ്നാട്ടിൽ തീർച്ചയായും കഴിക്കേണ്ട സംഭവമാണ് ഗീ റോസ്റ്റ്, ഇഡ്ഡലി, പൊങ്കൽ എല്ലാം. പിന്നെ ചായ, അത് എവിടെ പോയാലും എപ്പോഴായാലും നമുക്ക് മസ്റ്റാണ്. ചായ നിങ്ങൾക്ക് മസ്റ്റ് ആയിരിക്കും, പക്ഷെ എനിക്കല്ല. എനിക്ക് എന്റെ ഐറ്റം തന്നെ വേണം പറഞ്ഞാൽ ഇച്ചു അവിടെ സോഫ്റ്റ് ഡ്രിങ്ക് വാങ്ങി കുടിക്കുന്നു. നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളതുകൊണ്ട് പിന്നെ വണ്ടി നിർത്തേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ അധികം വൈകാണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് യാത്ര തിരിച്ചു. കാരണം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ തുടക്കം തന്നെ നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടെല്ലാം വെച്ച് ഞങ്ങൾ അങ്ങ് വൈബായി പോവാണ്. സേലം റെയിൽവേ സ്റ്റേഷൻ അധികം വൈകാതെ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കൊള്ളി ഹിൽസിന്റെ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. അപ്പൊ ഞാൻ വഴിയെ പറയാൻ പറഞ്ഞ സ്ഥലം നമ്മുടെ ഡെസ്റ്റിനേഷൻ കൊള്ളി ഹിൽസിലാണ്. 70 ഹെയർ പിൻസ് എല്ലാം ഉള്ള കൊള്ളി ഹിൽസ് ആണ്. നാമക്കൽ ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. അവിടെ 2-3 സ്പോട്ട് ഉണ്ട്. നമ്മൾ എന്തായാലും ഇപ്പൊ അതിൽ ഏറ്റവും ഒരു നല്ല സ്പോട്ടിലാണ് പോകാൻ പോകുന്നത്. അതും വഴിയെ പറയാം. 70 ഹെയർ പിൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഒട്ടും ഫീൽ ആയില്ല. കാരണം ഓട്ടിക്കുന്നത് നമ്മളല്ലല്ലോ. അത് മാത്രമല്ല ഹെയർ പിൻ എല്ലാം വളരെ അടുത്തടുത്താണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. സൈഡിലൂടെ നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഏതായാലും കുറച്ച് തണുപ്പ്, കുറച്ച് മഞ്ഞ്, പിന്നെ ഇതുപോലുള്ള കാഴ്ചകൾ. വേറെ എന്ത് വേണം ഒരു ഹില്ലിലോട്ട് നമ്മൾ പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട്. ആദ്യം ഒന്നും മഞ്ഞുണ്ടായിരുന്നു, മേലെ കയറെ കുറെ മഞ്ഞെല്ലാം ഇറങ്ങണ്ടായിരുന്നു. അങ്ങനെ അതും പൂർത്തിയായി. മുകളിൽ പോകുന്തോറും മഞ്ഞ് കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ശോക അവസ്ഥ എന്താന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇല്ല. ഏതായാലും ഇങ്ങനെയുള്ള ചില സമയങ്ങളിലല്ല ഫോണിന്റെ ശല്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റുള്ളൂ. ഹെയർ പിൻസ് എല്ലാം കഴിഞ്ഞ് മുകളിലെത്തിയപ്പോൾ നമുക്ക് ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടാണ്. അതിനിടയിൽ അവിടെ കുറച്ച് ഷോപ്പിംഗ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കടയുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെയും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ശോകമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നവരെ ഉറപ്പായിട്ടും ക്യാഷ് കയ്യിലെടുത്തിട്ട് വേണം പോകുന്നത്. പിന്നെ ഞങ്ങൾ മഴയ്ക്കായിട്ട് ഞങ്ങൾ റെയിൻകോട്ടൊന്നും എടുത്തില്ലായിരുന്നു. അപ്പം റെയിൻകോട്ടും വാങ്ങാൻ വിചാരിച്ച് മെല്ലെ കടയിലോട്ട് നോക്കൊണ്ട് പോവുകയാണ് ഈ പോക്ക്. പിന്നെ ഈ എഴുതിയിരിക്കുന്ന 3 സ്പോട്ടിന്റെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഈ 3 സ്പോട്ടിലും നമ്മൾ പോയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിട്ടോ. ആകായഗംഗ വാട്ടർഫാൾസ്, അതിനോട് ചേർന്നൊരു അമ്പലമുണ്ട്, അതാണ് ഈ കാണുന്നത്. പിന്നെ എവിടെ പോയാലും നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നോക്കുന്ന പതിവായിരുന്നു. അതിൽ കുറേ സംഭവങ്ങൾ പുതിയതായിട്ട് കണ്ടു കേട്ടോ. ഇത് മുട്ടുവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞത്. അവരുടെ വോയിസ് തന്നെ കേൾക്കുന്നത് നല്ലത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക, വലിയ സൈസിലുള്ളത്. ഇത് കണ്ണ് തട്ടാതിരിക്കാൻ ഒരു സാധനമാണെന്നാണ് അവര് പറഞ്ഞത്. തൂക്കിയിടേണ്ട സാധനമാണ്, കഴിക്കേണ്ടതല്ല. ഇത് അഞ്ചീർ അല്ലെങ്കിൽ ഫിഗ്. ഇത് വീണ്ടും ജോൺ പെൻസിനൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വേരാണ് കേട്ടോ.
പിന്നെ നമ്മുടെ മിഥുൻ സ്ട്രീറ്റ് ഫുഡ്സ് ഒന്നും കഴിക്കില്ലേലും എല്ലാവർക്കും ഒരു വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അച്ഛനും ഇച്ഛനും മാങ്ങ ഫേവറേറ്റ് ആയതുകൊണ്ട് അവർ അതാണ് ചൂസ് ചെയ്തത്. ഞങ്ങൾ വേറെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് ട്രൈ ചെയ്തു. ഐസ് ആപ്പിൾ അല്ലെങ്കിൽ ചാമ്പയ്ക്ക. സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വാങ്ങിയതല്ലേ വിചാരിച്ച് മൊത്തം കഴിച്ചു. ഞങ്ങൾ പിന്നെ വാട്ടർഫാൾസിട്ട് പോകാൻ റെഡിയായി നിൽക്കുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണ്. അവിടെ പോണതിന് മുമ്പ് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. വലിയ ആൾക്കാർക്ക് 30, ചെറിയവർക്ക് 20 എന്നൊരു കണക്കാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി വരെ ഉള്ളൂ. അതിനുശേഷം കൗണ്ടർ ക്ലോസ് ചെയ്യും. അവിടെ നിന്ന് പോയവർ ലേറ്റായി കയറാം, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിടില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ 1300 സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല കേസ്, ഒരൊറ്റ സ്പോട്ടെ കാണാൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ സ്പോട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങി തിരിച്ചു. എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിലാണല്ലോ, ഇറങ്ങിയായിരിക്കും വിചാരിച്ച് അങ്ങ് പോവുകയാണ്. പിന്നെ എവിടെ പോയാലും ഫോട്ടോസ് നിർബന്ധമാണല്ലോ. അത് മാത്രമല്ല, പുതിയതായി കല്യാണം കഴിച്ച് വന്ന ടീമാണ് അതൊന്ന് പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ 2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഇന്നൊരാൾ പിന്നാലെയുണ്ട്. എല്ലാവരും കൂടെ ഒന്ന് ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നായി. പിന്നെ അത്യാവശ്യം ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. 1300 സ്റ്റെപ്പ് ഉള്ളത് കൊണ്ട് ഇച്ചുവിനെ കൊണ്ട് എന്തായാലും അച്ചു ഇറങ്ങില്ല എന്ന് എനിക്കറിയാം. ശരി, ആവുന്നത്രോളം അച്ചു തന്നെ എടുത്തോട്ടെ ഞാനും വിചാരിച്ചു. ഇച്ചുവിന് പിന്നെ എവിടെ പോയാലും അച്ചു വേണം. അവളില്ലാതെ എവിടെയും പോവില്ല, അവളെ വിട്ട് എവിടെയും പോവില്ല. ഏതായാലും അവൾ അധിക ദൂരം പോകില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും നോക്കാം, ആ ഒരു വിചാരത്തിലാണ് ഞാനും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ വീഡിയോ എടുക്കാനായി എല്ലാവരും ലൈനിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ലൈനിൽ എത്തിച്ച്. അപ്പോഴും ഇച്ചു അച്ചുവിന്റെ തോളിൽ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇച്ചു ഇട്ടിരിക്കുന്നത് റെയിൻ കോട്ടാണ്. അവൾക്ക് കഴിഞ്ഞ വാട്ടർഫാൾസ് നമ്മുടെ വെള്ളരിമേടിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് അവൾ ആദ്യം വാട്ടർഫാൾസ് കേട്ട ഉടനെ റെയിൻ കോട്ട് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് റെയിൻ കോട്ട് ഇടിച്ചു. സ്റ്റെപ്സ് എന്തായാലും വിചാരിച്ച പോലെ അല്ല, ഒട്ടും മോശമല്ല, നല്ല കുത്തനെ ഇറങ്ങുന്ന സ്റ്റെപ്സ് ആയിരുന്നു. എന്തായാലും അച്ചുവിന്റെ മതിയായിട്ടുണ്ട്. പക്ഷെ ഇച്ചു ആണെങ്കിൽ ആരടുത്തും പോകുന്നുമില്ല. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റ് മാത്രമല്ല, നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയായിരുന്നു. ഇവിടെ നിന്ന് നല്ല കാഴ്ച തന്നെയായിരുന്നു കാണാൻ പറ്റിയത്. ബ്രേക്ക് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇച്ചു എൻ്റെ തോളിലായിട്ടാ. എന്നാ പിന്നെ ഞാൻ വേഗം ഇറങ്ങിയേക്കാൻ കൊണ്ട് ഞാൻ അങ്ങ് ഓടി പോവുകയാണ്. ഇച്ചുവിനെ എടുത്ത് തളർന്നു പോകുമ്പോഴാണ് അവിടെ ഒരു ഏട്ടൻ ഒരു ചേച്ചിയെ എടുത്തുകൊണ്ട് വരുന്നത്. അതും കയറുകയാണ്. പിന്നെ ഇതൊക്കെ എന്തെന്ന് വിചാരിച്ച് എനിക്കും കുറച്ച് എനർജി കിട്ടി, ഞാനും അങ്ങ് പോകാൻ തുടങ്ങി. ഇത്രയും സ്റ്റെപ്സൊക്കെ ഇറങ്ങിപ്പോയി ടയേർഡാവുന്ന ഇടയിലും നമുക്ക് കുറേ വ്യൂസ് കാണാൻ പറ്റുമായിരുന്നു, നല്ല നല്ല വ്യൂസ്. അതായിരുന്നു താഴോട്ട് വീണ്ടും പോകാൻ എനർജി തരുന്നത് കേട്ടോ. ഈ സ്റ്റെപ്സിന്റെ 2 സൈഡിലും പിടിച്ചിറങ്ങാനുള്ള ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് വലിയൊരു ആശ്വാസം തന്നെയാണത്. ടയേർഡ് ആകുമ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് അത്. പിന്നെ ഇപ്പത്തും എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അവസാനം ഞങ്ങൾ എത്തി ഗൈസ്. സ്റ്റെപ്സ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാറകളുള്ള വഴിയിലൂടെയാണ് പിന്നെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്നത്. അത് അധികം ദൂരം ഇല്ല, കുറച്ച് തന്നെ ഉള്ളൂ. നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് തന്നെ അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ശബ്ദം എല്ലാം കേൾക്കാൻ പറ്റും. കാരണം അത്രയും ഫോഴ്സിലൂടെയാണ് വെള്ളം വരുന്നത്. ഇതാ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. കുറച്ചുകൂടെ അടുത്ത് പോകുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത്. നമുക്ക് എന്താണെന്ന് ഇപ്പോഴും ആ വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് മാത്രം അവിടെ മാത്രമേ കാണാൻ പറ്റുന്നത്. ഇനി എന്തായാലും അടുത്ത് പോയി നോക്കാം. ഏതായാലും വാട്ടർഫാൾസ് കണ്ടപ്പോൾ 1300 സ്റ്റെപ്സ് ഇറങ്ങിന്റെ ക്ഷീണമെല്ലാം മാറിപ്പോയി ഗൈസ്. അത്രയ്ക്ക് മനോഹര കാഴ്ചയായിരുന്നു ഈ വാട്ടർഫാൾസിന്റെ. വെള്ളത്തിന് അത്രത്തോളം ഫോഴ്സും അത്രത്തോളം ഹൈറ്റും ഉണ്ട്.
വാട്ടർഫോൾസിന്റെ എക്സൈറ്റ്മെന്റിൽ അച്ചുവും മേഘയും എന്തോ റീല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയുണ്ട്. പിന്നെ എനിക്കൊരു പണി കിട്ടി ഗൈസ്. ഒരു ഫാമിലിക്ക് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം, ചെറിയൊരു പണി. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഈ കാണുന്നത്. സ്പോട്ടിലോട്ടുള്ള എൻട്രി ശരിയായില്ലെന്ന് പറഞ്ഞ് രണ്ടാമത് ജയിപ്പിച്ച സീനാണ് ഈ കാണുന്നത്. എങ്ങനെ എൻട്രി ചെയ്താലും കുഴപ്പമില്ല, എൻട്രി ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണത്. അത്രയ്ക്ക് ഒരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. നല്ല ഹൈറ്റുള്ള ഒരു വാട്ടർഫോൾസ് തന്നെയാണത്. ഇനിയിപ്പോൾ അടുത്ത ഡിസ്കഷൻ ആരൊക്കെ ഇറങ്ങുമെന്നായി. ഏതായാലും എല്ലാവരും ഇറങ്ങുന്നില്ല എന്നൊരു തീരുമാനമായി. കുറച്ച് പേർക്ക് വെള്ളം അലർജിയാണ് അത്ര. പിന്നെ അച്ചുവിൻ്റെ അടുത്ത് ഇച്ചു ഉള്ളത് കൊണ്ട് അവൾക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഇച്ചു പിന്നെ വേറെ ആരുടെ അടുത്തും പോവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു വാട്ടർഫോൾസിൻ്റെ നല്ലൊരു വ്യൂ, ഒപ്പം 360 ഡിഗ്രി വ്യൂ കൂടെ. ഒരുപാട് പാറക്കെട്ടുകളും കല്ലുകളൊക്കെ ഉള്ള സ്ഥലമാണ്. വഴുക്കലുണ്ട് ഒരുപാട്, മഴയായ കാരണവും എപ്പോഴും ഈ പ്ലേസിൽ വെള്ളം ഉള്ളത് കൊണ്ടും. അതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. എന്തായാലും കഴിച്ച് ഞങ്ങൾ അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഒരു 5 പേരുണ്ട്. ബാക്കിയുള്ളവർക്ക് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ട് മാറി നിന്നു. 2 സൈഡും കയറെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. കാണുമ്പോൾ അത്ര ആഴമില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, തുടക്കത്തിലുള്ള വഴി കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറയാം. കാരണം പാറക്കെട്ടുകൾ കുറച്ച് ഹൈറ്റിൽ തന്നെ ഉണ്ട്. അതൊരു ഇറഗുലറായ ഇതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കാലെല്ലാം പെടാൻ അവിടെ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തുടക്കത്തിൽ വളരെ സൂക്ഷിച്ചിട്ട് വേണം പോകാൻ. അവിടെ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരാൾക്ക് കാലിന് ചെറിയ പരിക്കുണ്ടെങ്കിലും ആൾക്ക് വാട്ടർഫോൾസിന് അവിടെ എത്തിയേ പറ്റുന്നായി. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലും ആളങ്ങ് മുന്നോട്ട് ഇറങ്ങി. ഒരു സെൻറ്റർ വരെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മണ്ണാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ വലിയ എളുപ്പമാണ്. തുടക്കത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ പതിയെ മുന്നോട്ട് തന്നെ നീങ്ങി. പതിയെ മുന്നോട്ട് പോയി പറയുന്നതിനേക്കാളും ഇഴഞ്ഞ് നീങ്ങി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്ക് ഞങ്ങൾ സ്ലോ ആയിരുന്നു. ഏതായാലും വരാത്ത 2 പേരുടെ അടുത്ത് ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പരിപാടി തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന ഇടയിൽ കുറച്ച് പോസിങ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ആദ്യത്തെ ചുവടുവെപ്പ് ഞാൻ തന്നെ വെച്ചു. ഏതായാലും തുടക്കത്തിൽ തന്നെ നല്ല സ്ലോപ്പായിട്ടുള്ള പാറയാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് വഴുക്കലിന് ഒരു കുറവുമില്ല. ഈ 2 സൈഡ് കയറ് കെട്ടിയത് കുറേശ്ശെ ഉപകാരമായി. കയറ് മാത്രമല്ല, അവിടെ കുറേ പില്ലേഴ്സും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും വളരെ ഉപകാരമുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത്. കാരണം എങ്ങനെ പോയാലും അത്രയും വഴുക്കലാണ് അവിടെ. ചിലവരൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് താഴെ വരിക, ചിലവർ ഇരുന്നിട്ട് കിടന്നിട്ടൊക്കെയാണ് പിടിച്ച് കയറുന്നത്. ആ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു സുഖം അത് വേറെ തന്നെയാണ് ഗൈസ്. അവസാനം ഞങ്ങളുടെ ടീം എല്ലാവരും തന്നെ അവിടെ കയറി എത്തിയ ഒരു ഫീൽ വേറെ തന്നെയായിരുന്നു ഗൈസ്. വെള്ളത്തിൻ്റെ ഫോഴ്സും അത്രത്തോളം ഉള്ള വെള്ളം തെറിക്കുന്നതും നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. കഷ്ടപ്പെട്ട് കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഒട്ടും തന്നെ കുറച്ചില്ല ആ സ്ഥലം. അപ്പോൾ കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയുള്ളത് പില്ലറിൻ്റെ പരിപാടിയാണ്. ആ പില്ലറിൽ പിടിച്ചിട്ട് വേണം നമുക്ക് അവിടെ നിൽക്കാൻ. പില്ലറിന് കൈയെടുത്ത് കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ്. അങ്ങനെ റിസ്ക് എടുത്ത് 2 കൈയും വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുട്ടു ബ്രോ. അത് 2 പ്രാവശ്യം വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരും കണ്ടില്ല. ഈവൻ ക്യാമറകൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് പോയി വീഴുന്നുണ്ടായിരുന്നു ബ്രോ. അത് വീണപാട് തന്നെ എണീറ്റ് നിന്നു. ഇപ്പോഴും ഗൈസ് വാട്ടർ ഫോളിംഗ് പോയിന്റിൽ പോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം അവിടെ പോയി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സും കൊണ്ട് നമുക്ക് അത്രയും പെയിൻഫുൾ ആയിരുന്നു. അത്രയ്ക്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു വെള്ളത്തിന്. 1-2 പ്രാവശ്യം പോയി നിൽക്കുക, അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. മുന്നോട്ട് ഈ പില്ലറിലെല്ലാം പിടിച്ച് നിൽക്കുക, അത് വലിയ സീനിലായിരുന്നു. പക്ഷെ ആ വാട്ടർ ഫോളിംഗ് പോയിന്റിൽ പോയി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നിന്നാലും നിങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഫോഴ്സ് ആയിരുന്നു വെള്ളത്തിന്. പിന്നെ ഈ പില്ലറുകൾ ചാടി പോവാൻ നമുക്ക് പിടിച്ച് അങ്ങനെ കുറേ ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. വെള്ളത്തിൻ്റെ ഫോഴ്സ് മാത്രമല്ല, വെള്ളത്തിൻ്റെ ഫോഴ്സിനോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാം ഡ്രസ്സ് നോക്കി കഴിഞ്ഞാൽ പാറി പറക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സുകളിൽ. അപ്പം അത്രയ്ക്ക് സ്ട്രോങ് കാറ്റും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ
ഒരു സെറ്റ് കോമ്പിനേഷൻ തന്നെയായിരുന്നു ഗൈസ്. കുട്ടുപുറം എന്തായാലും ഞാൻ കിടന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന് നോക്കിയതാണ്. ആ കിടന്ന സ്പീഡിൽ തന്നെ ആൾ എണീറ്റ് വന്നു. കാരണം അത്രയ്ക്ക് വെള്ളത്തിന് ഫോഴ്സ് ഉണ്ടായിരുന്നു. അധികം നേരമൊന്നും കിടക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം തന്നെ ആൾ തിരിച്ചു വന്നു. ഏതായാലും കുറച്ച് കഷ്ടപ്പെട്ട് പോയതല്ല. 1300 സ്റ്റെപ്പ് ഇറങ്ങി കുറേ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ പോവുകയും ചെയ്തല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ചുകൂടി ആസ്വദിച്ചിട്ട് പോകാമെന്നായി ഞങ്ങൾ. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അധികം നേരം നിൽക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ആ പില്ലറിൻ്റെ മുമ്പിലോട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. അതിനിടയിൽ ഒരാൾ പാറയുടെ സ്ലിപ്പ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതന്നെ, വഴുക്കൽ എന്താണെന്ന് അവന് കറക്റ്റായി മനസ്സിലായി. ആ പില്ലർ ഉള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഇതിനിടയിൽ ദൂരെ ക്യാമറയിൽ നിന്ന് അവർ ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ അറിയാണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു പോസ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഫോട്ടോ എന്നൊക്കെ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെ എത്തുമെന്നല്ല, കാരണം അത് കുറച്ച് ദൂരമുണ്ട് അവിടെ നിന്ന്. ഏതായാലും നിന്ന് ബോറടിച്ചപ്പോൾ അച്ചും സ്നാക്സ് കഴിക്കാൻ തുടങ്ങി. എന്തുതന്നെയായാലും റെയിൻ കോട്ട് അഴിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. വാട്ടർഫോൾ ആണോ കോസ്റ്റ്യൂം റെയിൻ കോട്ട് എന്ന് പറഞ്ഞ ഇച്ചു റെയിൻ കോട്ടിൽ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏകദേശം ക്യാമറാമാൻ്റെ പൊസിഷൻ നമുക്ക് കാണാം. ഇത്രയും ദൂരത്തു നിന്നാണ് കേസ് എടുക്കുന്നത്, കാരണം അധികം അടുത്ത് പോകാനും പറ്റില്ല. അപ്പോൾ ഇത്രയും ദൂരത്ത് സൂം ചെയ്തെടുത്തുള്ള കാഴ്ചകളാണ് കാണുന്നത്. നമ്മുടെ അടുത്ത ടാസ്ക് അങ്ങ് തുടങ്ങി. ഇനിയുള്ള ടാസ്ക് ഇറങ്ങി പോവാന്നുള്ളതാണ്. ഇറങ്ങി പോകുന്നത് ഏത് പൊസിഷനിൽ ഇറങ്ങണം എന്നറിയില്ല. തിരിഞ്ഞിറങ്ങണോ, ഇരുന്നിറങ്ങണോ, കിടന്നിറങ്ങണോ എന്ന കൺഫ്യൂഷനിലാണ് എല്ലാവരും. എന്തായാലും ഒരു പൊസിഷനൊക്കെ സെറ്റാക്കി പതിയെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. നല്ല വഴുക്കലുള്ളതുകൊണ്ട് കയറ് വിടാൻ ഒരു നിവൃത്തിയില്ല. കയറ് പിടിക്കാതെ ഇറങ്ങാനും പറ്റൂല. പതിയെ ഇറങ്ങണം. അവിടെ കുറെ വീരസാഹസികന്മാർ അവിടെ നിന്ന് പുഷപ്പ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അത്ര സാഹസികതയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പതിയെ ഇവർ സേഫായി അവിടെ എത്തിക്കാന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അപ്പൊ ഞങ്ങൾ ആ പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച ഫാമിലി കയറി വരുന്നുണ്ടായിരുന്നേ. അത് കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നത് കുറച്ചുകൂടി ഡിലേ ആയി. കാരണം എല്ലാവർക്കും ഒരേ സമയത്ത് കയറാനും ഇറങ്ങാനും പറ്റില്ല. ഒരു ടീം കയറി വരുമ്പോൾ മറ്റാൾ ഇറങ്ങാൻ ഉള്ള സൗകര്യം കുറച്ച് കുറവാണ്. അതുകൊണ്ട് കുറച്ച് കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരെങ്ങനെയൊക്കെയോ എല്ലാവരെയും പിടിച്ചു കൊണ്ട് കയറി വരുന്നുണ്ടായിരുന്നു പതിയെ. അങ്ങനെ ആ ഫാമിലി ഒരുവിധം കയറി വന്നപ്പോൾ പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങി, ഇറങ്ങിപ്പോല്. അങ്ങനെ കയറ് പിടിച്ച് വീണ്ടും ഞങ്ങൾ പതിയെ ഇറങ്ങാണ് ഗൈസ്. ഈ കാണുന്ന അത്രയ്ക്ക് എളുപ്പമല്ല കേട്ടോ ഗൈസ്. ഇതൊന്ന് ഇറങ്ങി വരാനും കയറി പോകാനൊക്കെ കുറച്ച് ടാസ്ക് തന്നെയാണ്. പിന്നെ വഴുക്കൾ പറയുന്നത് ഞങ്ങൾ പതിയെ സേഫ് സോണിലെത്തി. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നടന്ന് കയറി പോവുക തന്നെയായിരുന്നു. ഏതായാലും ക്യാമറമാൻ പുറത്തുള്ളത് കൊണ്ട് വീഡിയോസിനും ഫോട്ടോസിനും ഒരു കുറവും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അതുകൊണ്ട് മുന്നേ പോയി എന്നെ തിരിച്ചു വിളിച്ച് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യിപ്പിച്ചു. ഏതായാലും തിരിച്ച് പതിയെ കയറി പിന്നെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് തലയെല്ലാം തോർത്തി റെഡിയായി. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇച്ചുവിൻ്റെ കയ്യിലുള്ള സ്നാക്സ് കണ്ടത്. ഞങ്ങൾ കുറച്ചൊക്കെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിനിടയിൽ ഇച്ചു വെച്ച് എന്തൊക്കെയോ ഒരു ഡാൻസ് മൂവ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത്, എടുത്തതെല്ലാം വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസ് കൂടി ആവണം നന്നായി. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഫോട്ടോ സെഷൻ തുടങ്ങി. അതാ 2 കൈയും പൊതുക്കി നിൽക്കുന്നതാണ് നമ്മുടെ നായിക. അപ്പോൾ ഫോട്ടോ സെഷനൊക്കെ എപ്പോഴത്തെയും പോലെ പെട്ടെന്ന് കഴിഞ്ഞില്ല. ഒരുപാട് സമയമെടുത്തു ഫോട്ടോസ് എല്ലാം എടുക്കാൻ. എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിശപ്പുള്ളത് കൊണ്ട് കുറച്ച് ഇറങ്ങി അവിടെ നിന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് ആവുമായിരുന്നു. വീണ്ടും കല്ലും പാറക്കെട്ടുമുള്ള വഴിയിലൂടെ ഇനി 1300 സ്റ്റെപ്പ് കൂടി കയറണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഏതായാലും ഇപ്പോൾ ഇച്ചു ഫസ്റ്റ് തന്നെ ഞാൻ അച്ഛനോട് വരാമെന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായി പോകാൻ തീരുമാനിച്ചു. ആദ്യം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. രാകേഷ് ബാബു പറഞ്ഞു, ഒന്ന് എൻ്റെ കാർഡിയോടെയാണ്, ഞാൻ കുറച്ച് മുന്നേ പോകും, ഫാസ്റ്റിലെ പോകുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ കൂടിക്കുമെന്ന് തോന്നുന്നു. ഞാനും മുന്നിലായി. പിന്നെ ഇച്ചു ഉള്ളത് കൊണ്ട് നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു. അവളാണെങ്കിൽ താഴെ ഇറങ്ങുന്നുമില്ല, ഒരു ബ്രേക്ക് എടുക്കാനും സമ്മതിക്കുന്നില്ല. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അടുത്ത ദിവസം കാലിൽ പണി കിട്ടുന്നു.
മിഥുൻ ബ്രോ ഓടി നമ്മുടെ ഗ്രൂപ്പിലോട്ട് ചേർന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് 3 പേര് ആദ്യം പോയി. ഇനി അടുത്ത വരുന്ന ടീമാണ് ഈ കാണുന്നത്. ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ടീമാണ് ഈ കാണുന്നത്. എന്തായാലും എങ്ങനെയായാലും അവിടെ എത്തിയാൽ മതി. പതിയെ വന്നാലും ശരി കുഴപ്പമില്ല, ഫാസ്റ്റായി വന്നാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നൊരവസ്ഥയായിരുന്നു തിരിച്ച് കയറുമ്പോൾ എല്ലാവരും മനസ്സിൽ. വെറുതെ മാത്രമല്ലല്ലോ കയറുന്നത്, കൂടെ കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് വന്നത്. പതിയെ കയറാണെങ്കിൽ എനർജിക്ക് ഇപ്പോൾ ഒരു കുറവുണ്ടായിരുന്നില്ല. കാരണം തുടക്കത്തിലുള്ള സ്റ്റെപ്പായിരുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് ഇവരുടെ എനർജി ലെവൽ എന്തായിരിക്കും നോക്കാം. ഇവരുടെ മാത്രമല്ല ഞങ്ങളുടെ കേട്ടോ. ഇവര് പതിയെ മൂവ് ചെയ്യുമ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ആൾ അവിടെ റെസ്റ്റ് എടുത്ത്. അവരെ കണ്ടപ്പോൾ പിന്നെ ഇവർക്കും കുറച്ച് റെസ്റ്റ് എടുക്കാനായി. ഇറങ്ങി പോവാനാണ് ബുദ്ധിമുട്ട്, കയറി വരാൻ അധികം ബുദ്ധിമുട്ടില്ല, കാലിന് വലിയ ലോഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ നിൽക്കുന്നത്. അച്ചുവായിരുന്നു ക്യാമറ ഹാൻഡിൽ ചെയ്ത്. അവള് പിന്നെ ഈ 2 ഗ്രൂപ്പിന്റെ ഇടയിലായതുകൊണ്ട് ഈ 2 ഗ്രൂപ്പുകളുടെ അവസ്ഥ നമുക്ക് കാണിച്ചു തരാൻ പറ്റി. സ്റ്റെപ്പ് കയറേണ്ട ദയനീയ അവസ്ഥ കാണണമെങ്കിൽ ഇതാണ് കേട്ടോ ഇവരുടെ എക്സ്പ്രഷൻ. അടുത്ത ആളുടെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയും. പിന്നെ ഇയാൾക്ക് 2 സൈഡിലുള്ള സപ്പോർട്ടിങ് കമ്പികളൊന്നും പോരാ, എനിക്ക് സെപ്പറേറ്റ് വാക്കിംഗ് സ്റ്റിക്ക് വേണം എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കമ്പ് ഓടിച്ച് നല്ല പതിയെ കയറുന്നുണ്ടായിരുന്നു. അവസാന സ്റ്റെപ്പുകളിലോട്ട് കയറുമ്പോൾ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഗേറ്റിന്റെ കാണാമായിരുന്നു എക്സിറ്റ് പോയിന്റ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. പിന്നെ ഇവിടെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു, ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളല്ലായിരുന്നു. അതും ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ അവസാനം ഫസ്റ്റ് ഗ്രൂപ്പ് ഞങ്ങൾ ആദ്യം എത്തിയായിരുന്നു. സമയം 3 മണിയെല്ലാം കഴിഞ്ഞുള്ള നല്ല വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങയെല്ലാം കഴിക്കായിരുന്നു. പിന്നെ ഇവിടെ പൈനാപ്പിൾ കുറച്ച് സ്പെഷ്യലാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറയും നമ്മുടെ ഇവിടുത്തെ ഈ ചേച്ചി. அமாவாசை பௌர்ணமிக்கு நல்ல கூட்டம் வரும். சத்தமா சொல்லுவேன். சனி ஞாயிறு நல்ல கூட்டம் இருக்கும். அமாவாசை பௌர்ணமிக்கு இது கோயில் விசேஷமான கோயில், இங்கே கூட்டம் நல்லா இருக்கும். இடநாளையில இந்த மாதிரி சரியான கூட்டம் வராது. அதே மாதிரி பல வகைகள்லாம் வந்துட்டு மானாவாரி இல்லாமல் தான் இயற்கையாக வர்றது தான். அன்னாசி வந்து இங்கே நல்ல டேஸ்ட்டாக இருக்கும், கம்மி விலையில் கிடைக்கும். அதுவும் ஆடி மாதம் தான் உங்களுக்கு 10 பழம் 100 ரூபா, 5 பழம் 100 ரூபா சைஸு பொறுத்து நாங்கள் கொடுப்போம். அதே மாதிரி பலாப்பழம் வந்துட்டு உங்களுக்கு கொல்லிமலையில் 50, 80, 100 நல்ல பிரியாக கிடைக்கும். அவ்வளோதான். இந்த ஒரு அருவி பற்றிலாம் சொல்லுங்கள். அருவி வந்துட்டுக்கன்னு நம்ம அருவி ஒன்று இருக்குது, மாசில அருவி இருக்குது. ஃபேமஸான அருவி வந்துட்டுனா ஆகாய நீர்வீழ்ச்சி தான். அதுதான் வந்து ரொம்ப உயரமாகவும் இதாகவும் இருக்கும், குளிக்கிறதுக்கு நல்லாயிருக்கும். அதே மாதிரி கோயில் வந்து கருப்பண்ணசாமி நல்லாயிருக்கும். 8 கை அம்மன் கோயில், சிவன் கோயில், இவ்வளோதான்டாம்மா. அதை அப்புறம் படகு சவாரி இருக்குது, வியூ பாயிண்ட் இருக்குது. இதெல்லாம் சுற்றி பார்க்குறதுக்கு ஒரு நாள் ஸ்டே பண்ணிவிட்டு இது எல்லாத்தையுமே சுற்றி பார்க்குறதுக்கு ஒரு நாள் ஆகும். நல்லாயிருக்கும். கொல்லிமலை கிளைமேட்டு நல்லாயிருக்கும். ഇവിടുത്തെ പൈനാപ്പിളിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ അത് കാണാൻ ഒരു ഓറഞ്ച് കളറായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെയാണ് അവിടെ സ്ഥിരമായി കിട്ടുന്ന ഫ്രൂട്ട്സ്. അതിൽ കുറേ സാധനങ്ങളുണ്ട് നമ്മുടെ ജോയിന്റ് പെയിൻസിനും ഇതിനൊക്കെ പറ്റുന്നത്. ഇവിടെ നിന്ന് മാത്രമല്ല, എല്ലാ ഹിൽ ഏരിയയിലും മാക്സിമം കിട്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതിനിടയിൽ നമ്മുടെ അവസാന ഗ്രൂപ്പായ കുട്ടുവും മേഘയും എത്തി. വളരെ വിജയശ്രീലാളിതനായി അവർ എത്തിയാന്ന്. അവരെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിനേക്കാളും നനഞ്ഞ ഡ്രസ്സ് ഇട്ട് വരണമായിരുന്നു. അത്രയ്ക്ക് വേർത്തു പാവങ്ങൾ. കയറിയതിന്റെ ക്ഷീണത്തിൽ പിന്നെ കൂടുതൽ നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ കസേര കിട്ടി അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് വെള്ളമെല്ലാം കുടിച്ച് ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം. അധികം നിൽക്കാനും പറ്റില്ല, കാരണം ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് വേറെ സ്ഥലമാണ്. അപ്പോൾ അത് മാത്രമല്ല, കഴിച്ചിട്ടുമില്ല, വിശപ്പും ഉണ്ട്. ഈ സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും മതിയാവില്ലല്ലോ നമുക്ക്. പിന്നെ ഞങ്ങളെ വൈകിച്ചില്ല, അത് ഇവിടുന്ന് യാത്ര തിരിച്ചു അധികതാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇറങ്ങി നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് തന്നെ ഒരു ഹെയർ പിൻ്റെ അവിടെ തന്നെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ കുരങ്ങളുടെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയും. ആ കുരങ്ങ് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ അവിടെ കാണുന്നത്. പിന്നെ അധികം വൈകിച്ചില്ല കേട്ടോ നമുക്ക്, കാരണം എത്താൻ പോകുന്ന ഈവനിങ് സ്പോട്ട് എന്ന് പറയുന്നത് ഏർക്കാടാണ്.
ഏർക്കാടിലാണ് നമ്മുടെ സ്റ്റേ. ആദ്യം പ്ലാൻ ചെയ്ത് കൊല്ലി ഹിൽസിൽ തന്നെയാണെങ്കിലും ഇവിടെ അധികം റിസോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് സ്യൂട്ടബിളായി കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ വൈകിച്ചില്ല, നമുക്ക് വേഗം പോവാമെന്ന് വിചാരിച്ച് ഏർക്കാട് എത്തണം. ഏർക്കാട് ഇവിടെ നിന്ന് ഒരു 2-3 hours യാത്രയുണ്ട്. നമ്മളതുകൊണ്ട് റിസോർട്ട് അവിടെ ബുക്ക് ചെയ്ത് 2 days ട്രിപ്പ് ആയതുകൊണ്ടാണെങ്കിലും റിസോർട്ട് 2 ദിവസം അവിടെ മതി എന്ന് വിചാരിച്ച് ഏർക്കാട് ബുക്ക് ചെയ്തു. അപ്പം അധികം വൈകാതെ ഞങ്ങൾ ചുരം ഇറങ്ങി. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ചയുണ്ടോ നമ്മൾ ഈ കാണുന്നത്. ഞങ്ങളങ്ങനെ താഴെ എത്തി ഗൈസ്. ലഞ്ച് സ്കിപ്പ് ചെയ്ത് നേരെ ഡിന്നർ ആക്കാന്ന് പറഞ്ഞ് ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും അധികം നേരം ഒന്നും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇടയിൽ ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തു, ഒരു സ്മോൾ ടീ ബ്രേക്ക്. അവിടെ ചെന്ന് മുട്ട പഫ്സും ചായയും കഴിച്ച് തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്തു. ഏതായാലും ഇനിയും കുറച്ച് ദൂരം കൂടി ഉണ്ട്, അവിടേക്ക് അത്ര ദൂരം നമുക്ക് താങ്ങാൻ പറ്റും തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡും വാങ്ങിയിട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഫുഡ് പോകുന്ന വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഡ്രൈവർ തന്നെ നമ്മൾ സെൽവി മെസ് എന്ന അടിപൊളി ഹോട്ടലിൽ കൊണ്ടുപോയി. അതിന് മുന്നിൽ നിന്ന് മെനു വായിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എല്ലാം തമിഴിലായതുകൊണ്ട് കുറച്ച് വായിക്കണ്ടായിരുന്നു. എന്തെന്നാലും ഉള്ളിൽ പോയി ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ, എന്നാലൊരു ഫോർമാലിറ്റിക്ക് മെനു വായിക്കുന്നത്. എപ്പോഴത്തെയും പോലെ ഒരുപാട് നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ അവിടെ എന്തൊക്കെയോ മെനു പറഞ്ഞു. അവരവർ വേണ്ടത് അവരവർ പറഞ്ഞു, കുറേ കൺഫ്യൂഷൻസ്. അവസാനം എന്തൊക്കെയോ പറഞ്ഞു. പാർസൽ എടുക്കാൻ കുറച്ച് സമയമാവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ടേബിൾ അങ്ങ് കയ്യിലാക്കി. അതിൽ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് അപ്പോഴേക്കും പാർസൽ റെഡി ആയിരുന്നു. അങ്ങനെ അവസാനം പാർസൽ കിട്ടി നമ്മൾ പുറത്തിറങ്ങിയത് മിച്ചുവിന് പിന്നെ മുട്ടായി വേണമെന്നായി. പിന്നെ എവിടെയാണെങ്കിലും എത്രയൊക്കെ ലേറ്റ് ആയാലും അവൾക്ക് അവളുടെ സെലക്ഷൻ ചെയ്തിട്ടേ അവൾ പോവുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് എത്തേണ്ടത് ഏർക്കാടാണ്. അതിലും ഒരു 30 ഹെയർ പിൻസോളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ലേറ്റായി. എന്തായാലും ഫുഡിൻ്റെ കാര്യം സെറ്റായി. ഇച്ചുൻ്റെ ചോക്ലേറ്റ് സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടും വൈകിച്ചില്ല. പിന്നെ എത്രയും പെട്ടെന്ന് വണ്ടി കയറി പെട്ടെന്ന് പോകാമെന്നായി. എന്താന്ന് വെച്ചാൽ ഫുഡ് വാങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ആ വിശപ്പുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഡ്രൈവറാണ് നമ്മുടെ ടെമ്പോ ടവറിനകത്തുള്ള LED ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി തന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. $70 ഹെയർ പിൻസ് ഉള്ള കൊല്ലി ഹിൽസ് പോയി വരുന്നുണ്ട്. ഏർക്കാടിലെ 30 ഹെയർ പിൻസ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതായി തോന്നിയില്ല, ബുദ്ധിമുട്ടായിട്ട്. നല്ല സ്ഥലമായിരുന്നു ഏർക്കാട്. എന്തായാലും അവിടത്തെക്കാളും കുറച്ചുകൂടി ഡെവലപ്ഡ് പോലെ തോന്നി. എന്തെന്നാലും നെറ്റ്വർക്ക് ശോകം തന്നെയാണ്. വൈകാതെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് എത്തി. റൂമല്ല, ആക്ച്വലി ഇതൊരു വില്ലയായിരുന്നു. പുറത്ത് വില്ലയുടെ പണി നടക്കുന്നത് അകത്ത് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.